ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, നമ്മുടെ ദീർഘനാളത്തെ ഒരു ആവശ്യമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗമായി ഞാൻ ആദ്യമായി ഒരു യൂട്യൂബ് ചാനലിലേക്ക് വരികയാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവിധ വിജയാശംസകളും എനിക്ക് നേരണം, എല്ലാവിധ ഭാഗങ്ങളും എനിക്ക് നേരുക. അതിൻ്റെ ഭാഗമായി നമുക്ക് ആദ്യമായി സംവദിക്കാൻ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1872. 1872 പാസാക്കിയ ഇന്ത്യൻ തെളിവ് നിയമവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. The Indian Evidence Act was originally passed in India by the Imperial Legislative Council in 1872 during the British Raj. Contains a set of rules and allied issues governing admissibility of evidence in the Indian courts of law. ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ തെളിവ് നിയമം പാസാക്കിയിട്ടുള്ളത് ഇന്ത്യയിലാണ് പാസാക്കിയത് ബ്രിട്ടീഷ് രാജാണ് പാസാക്കിയത്. 1872 പാസാക്കിയ ഈ നിയമം ഇന്ത്യൻ കോടതികളിലെ തെളിവ് നിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പാസാക്കിയിട്ടുള്ളത്. ഇതിപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. The Indian Evidence Act, identified as the Act number 1 of 1872, and it is called as the Indian Evidence Act 1872, has 11 chapters and 167 sections and came into force on 1st September 1872. I repeat that it came into force on 1st September 1872. That at that time, India was a part of the British Empire. Over a period of more than 125 years since its enactment, the Indian Evidence Act has basically retained its original form except certain amendments from the time to time. ബ്രിട്ടീഷ് എംപയർ പീരിയഡിൽ പാസാക്കിയിട്ടുള്ള ഇന്ത്യൻ തെളിവ് നിയമത്തിൽ 167 സെക്ഷനും 11 ചാപ്റ്റേഴ്സും 3 പാർട്ടുകളുമായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. 125 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ നിയമത്തിൽ പലവിധ ഭേദഗതികളും നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ തെളിവ് നിയമം തന്നെയാണ് നമ്മുടെ കോടതികളിൽ ഇപ്പോഴും നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. The Indian Evidence Act introduced a standard of set of law applicable to all Indians. The law is mainly based upon the firm work by Sir James Fitzjames Stephen, who could be called the founding father of this comprehensive piece of legislation. I repeat that the founding father is that Sir James Fitzjames Stephen, from the work that the Indian Evidence Act was introduced by this person. And now come to the word evidence. Evidence is derived from the Latin word evidens or evidere, which means to show clearly, to make clear, to the sight, to discover clearly, to make plainly certain, to ascertain, to prove. I repeat that, to ascertain or to prove. And come to the main principle which underlie the law of evidence are: evidence must be confined to the matter in issue. I repeat that the main principle which underlie the law of evidence. First one is that the evidence must be confined to the matter in issue. Second one is that hearsay evidence must not be admitted. And the third one is that best evidence must be given in all cases. I repeat the three main principles. Evidence must be confined to the matter in issue. Hearsay evidence must not be admitted. Best evidence must be given in all cases. 1872 പാസാക്കിയ ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ ഉപജ്ഞാതാവ് സർ ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫനാണ്. അദ്ദേഹം പാസാക്കിയ ഈ നിയമത്തിൽ എവിഡൻസ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള ആ വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എവിഡൻസ് അല്ലെങ്കിൽ എവിഡെയർ എന്ന് പറയുന്ന ലാറ്റിൻ ടേമിൽ നിന്നാണ് അത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം ടു അസർട്ടൈൻ അല്ല എങ്കിൽ ടു പ്രൂവ് എന്നാണ്, തെളിയിക്കുക, അല്ല എങ്കിൽ കണ്ടെത്തുക എന്നതാണ് ടു അസർട്ടൈൻ, ടു പ്രൂവ് എന്നതിന്റെ അർത്ഥം. അടുത്തത് പ്രധാനമായും നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ മെയിൻ പ്രിൻസിപ്പിൾസ് വിച്ച് അണ്ടർലൈ ദ ലോ ഓഫ് എവിഡൻസ്. ലോ ഓഫ് എവിഡൻസിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണ്? ആ തത്വങ്ങളിലേക്കാണ് നമ്മൾ അടുത്ത് കടക്കുന്നത്. ആ തത്വങ്ങളിൽ പ്രധാനമായും നമ്മൾ നോക്കുന്നത് എവിഡൻസ് മസ്റ്റ് ബി കൺഫൈൻഡ് ടു ദി മാറ്റർ ഇൻ ഇഷ്യൂ. നമ്മൾ എന്ത് മാറ്റർ ഇൻ ഇഷ്യൂ എന്താണോ അതിൽ പ്രധാനമായും വിഷയം, ആ വിഷയത്തിലേക്കാണ് പ്രധാനമായും എവിഡൻസ് ഫോക്കസ് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഹിയർസേ എവിഡൻസ് മസ്റ്റ് നോട്ട് ബി അഡ്മിറ്റഡ്.
നമ്മൾ കേട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു കേട്ട കാര്യങ്ങൾ, ആ പറഞ്ഞു കേട്ട കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ബെസ്റ്റ് എവിഡൻസ് മസ്റ്റ് ബി ഗിവൺ ഇൻ ഓൾ കേസസ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്താണോ അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും പ്രധാനമായും ആശ്രയിക്കേണ്ടി വരുന്നത്. Now we come to Section 3 of the Indian Evidence Act 1872. Section 3 of the Indian Evidence Act 1872 ഇന്ത്യൻ തെളിവ് നിയമം. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് ആണ് പറയുന്നത്. ഇന്റർപ്രിട്ടേഷൻ ക്ലോസിന്റെ അകത്ത് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് കോർട്ട് എന്താണ്, റിലവന്റ് എന്താണ്, ഫാക്ട് എന്താണ്, ഫാക്ട് ഇൻ ഇഷ്യൂ എന്താണ്, പ്രൂവ്ഡ് എന്താണ്, നോട്ട് പ്രൂവ്ഡ് എന്താണ്, ഡിസ്പ്രൂവ്ഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ ഭാഗങ്ങൾ ഷോർട്ട് ക്വസ്റ്റിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഷോർട്ട് ക്വസ്റ്റിന് മിക്കവാറും ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ആദ്യമായി കോർട്ടിലേക്ക് വരാം. എന്താണ് കോർട്ട്? സെക്ഷൻ 3 ഓഫ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ 1872 ഇന്റർപ്രിട്ടേഷൻ ക്ലോസിലെ ആദ്യത്തെ ഭാഗം കോർട്ട് എന്താണ്? ദാറ്റ് കോർട്ട് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് ഓൾ ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ്. ശ്രദ്ധിക്കുക, ഓൾ ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ് ആൻഡ് ഓൾ പേഴ്സൺസ് എക്സെപ്റ്റ് ആർബിട്രേറ്റർ. ആർബിട്രേറ്റർ ഇതിന്റെ അകത്ത് വരുമോ? വരില്ല. ആർബിട്രേറ്റർ വരാതെ ബാക്കി എല്ലാവരും ഇതിന്റെ അകത്ത് വരും. ഇതിന്റെ അകത്തേക്ക് ഈ കോർട്ട് എന്ന് പറയുന്ന ഇതിലേക്ക് വരും. നമ്മൾ എപ്പോഴും കോടതി കയറിയോ എന്നേ ചോദിക്കാറുണ്ട്. രണ്ടാം കോടതി കയറിയോ, മൂന്നാം കോടതി കയറിയോ, മുൻസിഫ് 2 കയറിയോ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പൊ കോടതി കയറിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ് എന്നുള്ളതിലേക്കാണ് വരുന്നത്. അടുത്തത് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഫാക്ട് ആണ്. സെക്ഷൻ 3 ഓഫ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അകത്ത് ഇന്റർപ്രിട്ടേഷന്റെ അകത്ത് പറയുന്നതാണ് ഫാക്ട്. എന്താണ് ഫാക്ട്? ഫാക്ട് മീൻസ് എനിത്തിങ്, സ്റ്റേറ്റ് ഓഫ് തിങ്സ് ഓർ റിലേഷൻ ഓഫ് തിങ്സ് capable of being perceived by the senses. നോക്കൂ, സെൻസസ്, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടു, കണ്ടു, അറിഞ്ഞു, സ്പർശനത്തിലൂടെ അറിഞ്ഞു, ഇതെല്ലാം എന്താണ്? പെർസീവ്ഡ് ബൈ ദ സെൻസസ്. അതിൽ തന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നു എനി മെന്റൽ കണ്ടീഷൻ ഓഫ് വിച്ച് എനി പേഴ്സൺ ഈസ് കോൺഷ്യസ്. നോക്കൂ, ഒരാൾ കോൺഷ്യസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി ഒരു ബോധം ഉണ്ടാകത്തുള്ളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് there are certain things are or objects are arranged in certain order in a place. ഒരു ലൈബ്രറിയിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറിയിൽ ബുക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈബ്രറിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. 2 എന്ന് പറയുന്നത് ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസീവ്ഡ് ബൈ ദ സെൻസസ്. നമ്മുടെ സെൻസ്, ശ്രവണം എന്താണ്? കേട്ടത് നമ്മൾ എന്താണ്? അവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നു, അപ്പോൾ ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ടു. അടുത്തത് നമ്മൾ പറയുന്നു ദാറ്റ് എ മാൻ സെഡ് സർട്ടൺ വേർഡ്സ്. ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു ശബ്ദം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയുന്നു. അപ്പൊ എന്നെ ഒരാൾ ചീത്ത പറയുന്നു, എന്നെ ഒരു ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ ആ ശബ്ദം ഞാൻ കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് വാട്ട് യു മീൻ ബൈ റിലവന്റ്? സെക്ഷൻ 3 ഓഫ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഇന്റർപ്രിട്ടേഷൻ ക്ലോസിൽ പറയുന്നതാണ് റിലവന്റ്. എന്താണ് റിലവന്റ്? വൺ ഫാക്ട് ഈസ് സെഡ് ടു ബി റിലവന്റ് ടു അനദർ വെൻ ദ വൺ ഈസ് കണക്റ്റഡ് വിത്ത് ദി അതർ. ഒന്ന് മറ്റൊന്നിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് റിലവന്റ് ആയിട്ട് വരുന്നത്. വാസ് റെഫേർഡ് ടു ഇൻ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരം അത് പറയുന്നുണ്ട്. അതിനെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്ന വാക്കുകൾ പറയുന്നു. അപ്പോൾ ഒരാൾ ചീത്ത വിളിച്ചു, അപ്പോൾ ചീത്ത വിളിച്ചത് എന്തിനാണ്? അപ്പൊ അതിനെ കണക്ട് ചെയ്യുന്ന, അപ്പൊ അതിന്റെ അടുത്ത ഫാക്ടിലേക്ക് വരുന്നു. അപ്പോൾ ഒരു ഫാക്ട് മറ്റൊരു ഫാക്ടിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു. നോക്കൂ, അടുത്തത് പറയുന്നു ഫാക്ട് ഇൻ ഇഷ്യൂ എന്താണ്? ഐ റിപ്പീറ്റ്, ഫാക്ട് ഇൻ ഇഷ്യൂ എന്താണ്? ഫാക്ട് ഇൻ ഇഷ്യൂയിലേക്ക് നോക്കിയാൽ ഫാക്ട് ഇൻ ഇഷ്യൂ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് നമ്മുടെ ഒരു ആക്ട്, ഒരു പ്രവർത്തനം. ആ പ്രവർത്തനം എന്ന് പറയുന്നത് ദാറ്റ് എ ഫാക്ട്, അതൊരു ഫാക്ട് ആണ്. ആ ഫാക്ട് ഫ്രം വിച്ച് ഐദർ ബൈ ഇറ്റ് സെൽഫ് ഓർ ഇൻ കണക്ഷൻ വിത്ത് ദ അതർ ഫാക്ട്സ്. ഒരു ഫാക്ട് മറ്റൊരു ഫാക്ടിലേക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് ഫാക്ട് എന്ന് പറയുന്നത്. ആ ഫാക്ട് എന്ത് ചെയ്യുന്നു? മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്യുമ്പോഴേക്കും അതിന്റെ എക്സിസ്റ്റൻസ്, നോൺ എക്സിസ്റ്റൻസ്, നേച്ചർ ഓർ എക്സ്റ്റെന്റ് ഓഫ് ദ റൈറ്റ്, ഏത് തരത്തിലുള്ള റൈറ്റ് ആണ് അവിടെ വരുന്നത്, ലയബിലിറ്റി എന്താണ്, ഡിസബിലിറ്റി എന്താണ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ നമ്മൾ ഡിനേ ചെയ്യുന്നു, അല്ല എങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അഡ്മിറ്റ് ചെയ്താൽ പിന്നെ ഫാക്ടിന് ഇഷ്യൂ ഇല്ല. പക്ഷെ അഡ്മിറ്റ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം എന്താണ്? ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫാക്ടിൻ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഫാക്ടിൻ ഇഷ്യൂവിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് അക്യൂസ്ഡ് ഓഫ് ദ മർഡർ ഓഫ് ബി. എ ബിയെ കൊന്നു. അപ്പോൾ ട്രയൽ സമയത്ത് എന്താണ്? കോടതിയിൽ ട്രയൽ നടക്കുന്ന സമയത്ത് പ്രധാനമായും വരുന്ന ഫാക്ടിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എ ആണോ ബിയെ കൊന്നത്? എ ബിയെ കൊല്ലണമെന്ന്
എന്താണ് ഇന്റൻഷൻ ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ എ ഹാഡ് റിസീവ്ഡ് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ വഴിയാണോ എന്താണ് മരണം സംഭവിച്ചിട്ടുള്ളത്? അപ്പൊ ഇതെല്ലാം തന്നെ ഫാക്ട് ഇൻ ഇഷ്യൂ ആണ് വരുന്നത്. നോക്കൂ, ഫാക്ട് എന്ന് പറയുന്നത് എ ബി എ കൊന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ ഫാക്ട് ഇൻ ഇഷ്യൂ, എ ആണോ ബി എ കൊന്നത്, എക്ക് ബി എ കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാം വരുന്നത് ഫാക്ട് ഇൻ ഇഷ്യൂയിലേക്കാണ് വരുന്നത്. അടുത്തത് ഡോക്യുമെന്റ് എന്താണ് എന്നുള്ളത്. എന്താണ് ഡോക്യുമെന്റ്? സെക്ഷൻ 3 ഓഫ് ദ ഇന്റർപ്രിട്ടേഷൻ ക്ലോസിന്റെ അകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഡോക്യുമെന്റ്. വാട്ട് യു മീൻ ബൈ ഡോക്യുമെന്റ്? നമുക്കറിയാം, എനിക്ക് ആ ഡോക്യുമെന്റ് കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ ആരോടെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്. എന്തിനാ ചോദിക്കുന്നത്? ഡോക്യുമെന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഡോക്യുമെന്റ് മീൻസ് എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് അപ്പോൺ എനി സബ്സ്റ്റൻസ് ബൈ മീൻസ് ഓഫ് ലെറ്റേഴ്സ്, ഫിഗേഴ്സ്, മാർക്സ് ഓർ ബൈ മോർ ദാൻ വൺ ഓഫ് ദീസ് മീൻസ്. ദാറ്റ് മീൻസ് ഒരു റെക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു മാറ്ററിനെയാണ് നമ്മൾ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഒരു പേപ്പറിന്റെ അകത്ത് നമ്മൾ എഴുതി വെച്ച് അത് റെക്കോർഡിംഗ് ആയിട്ട് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആകാം, അൺഒഫീഷ്യൽ ആകാം. അപ്പൊ ഇതിനെല്ലാം തന്നെ ചിലപ്പോൾ പ്രൈവറ്റ് ഡോക്യുമെന്റ് ആകാം, പബ്ലിക് ഡോക്യുമെന്റ് ആകാം. നമ്മൾ ഇനി എവിഡൻസിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അത് പറയുന്നുണ്ട് എന്താണ് പ്രൈവറ്റ് ഡോക്യുമെന്റ്, പബ്ലിക് ഡോക്യുമെന്റ്. ഇതെല്ലാം തന്നെ ഡോക്യുമെന്റ് എന്ന പദത്തിലേക്കാണ് വരുന്നത്. ഡോക്യുമെന്റിന്റെ ഉദാഹരണം, എ റൈറ്റിംഗ് ഈസ് എ ഡോക്യുമെന്റ്. ഒരു എഴുതപ്പെട്ട രേഖ അത് ഡോക്യുമെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ലിത്തോഗ്രാഫ്ഡ് ഓർ ഫോട്ടോഗ്രാഫ്ഡ് ഇതെല്ലാം തന്നെ ഡോക്യുമെന്റ് ആണ്. ആൻഡ് ഓൾസോ ഒരു കാരിക്കേച്ചർ അതും ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിനെ എല്ലാത്തിനെയും നമുക്ക് ഡോക്യുമെന്റ് എന്ന ഗണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായി സാധിക്കും. അടുത്തത് നമ്മൾ വരുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് വരികയാണ്, എവിഡൻസ്. എവിഡൻസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 3 ഓഫ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലാണ് എവിഡൻസിനെ കുറിച്ച് വിശദമായി പറയുന്നത്. എവിഡൻസിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എവിഡൻസ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് all statements which the court permits or requires to be made before it by witnesses in relation to matter of fact under enquiry. നോക്കൂ, such statements are called oral evidence. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തിലേക്ക് വരാം. ഒന്നാമത്തെ ഭാഗം, അതായത് എവിഡൻസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒന്നാമത്തെ ഭാഗത്തിൽ പറയുകയാണ്, all statements which the court permits or requires to be made before it by witnesses. ആരാ വിറ്റ്നസസ് എന്ന് പറഞ്ഞാൽ? സാക്ഷികൾ. സാക്ഷികളോട് എന്ത് ചെയ്യാണ്? കോടതി പെർമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് കോടതി റിക്വയർ ചെയ്യുന്നു. യു ഷുഡ് കെയിം ബിഫോർ ദ കോർട്ട് ആസ് വിറ്റ്നസ് ആയിട്ട് വരണം. ഇൻ റിലേഷൻ ടു എ മാറ്റർ ഓഫ് ഫാക്ട് അണ്ടർ എൻക്വയറി. കോടതിയുടെ മുന്നിൽ ഇപ്പൊ എൻക്വയറിയുമായി നിൽക്കുന്ന ഭാഗത്തിൽ എന്ത് ചെയ്യണം? മൊഴി കൊടുക്കുന്നതിന് വേണ്ടി വരുന്നു. അങ്ങനെ വരുന്ന ഒരാളിനെ നമ്മൾ ഓറൽ എവിഡൻസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഓറൽ എവിഡൻസ്. ഓറൽ എവിഡൻസ് എവിടെയാണ് അപ്പോൾ പറയുന്നത്? സെക്ഷൻ 3 ഓഫ് ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഓറൽ എവിഡൻസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് പറയുന്ന ഭാഗം സെക്കൻഡ് പാർട്ടിൽ പറയുന്നു, ഓൾ ഡോക്യുമെന്റ്സ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. എല്ലാ ഡോക്യുമെന്റുകളും ഏതാണ്? ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ഇലക്ട്രോണിക് റെക്കോർഡ്സ് റെക്കോർഡഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദി കോർട്ട് ഫോർ ഇൻസ്പെക്ഷന് വേണ്ടി കോടതിയുടെ മുന്നിൽ കൊണ്ടുവരുന്നതിനെയും നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമ്മൾ സെക്ഷൻ 3 പറഞ്ഞ ഡോക്യുമെന്ററി എവിഡൻസിന്റെ അകത്ത് ഏതും കൂടി വരാം, ഇലക്ട്രോണിക് റെക്കോർഡ്സും കൂടി വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പ്രൂവ്ഡ് എന്താണ് പ്രൂവ്ഡ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രൂവ്ഡ്, ഡിസ്പ്രൂവ്ഡ്, നോട്ട് പ്രൂവ്ഡ്. എന്താണ് പ്രൂവ്ഡ്? ഒരു ഫാക്ട് പ്രൂവ്ഡ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ കൺസിഡറിംഗ് ദ മാറ്റർ ബിഫോർ ഇറ്റ്, അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൺസിഡർ ചെയ്തതിന് ശേഷം ദ കോർട്ട് ഐദർ ബിലീവ്സ് ദാറ്റ് ഇറ്റ് ടു എക്സിസ്റ്റ് ഓർ കൺസിഡേഴ്സ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. അതിന്റെ നിലനിൽപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, അണ്ടർ ദ സർക്കംസ്റ്റൻസസ് ഓഫ് എ പർട്ടിക്കുലർ കേസ്, ഒരു കേസിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിൽ നോക്കിക്കൊണ്ട്, ദ ആക്ട് അപ്പോൺ വിച്ച് ദ സപ്പോസിഷൻ ദാറ്റ് ഇറ്റ് എക്സിസ്റ്റ്, അത് നിലവിലുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, നോക്കൂ, എല്ലാ കാര്യങ്ങളെയും കോടതി പരിശോധിച്ചതിന് ശേഷം കോടതിക്ക് ബോധ്യപ്പെടുകയാണ് അത് നിലനിൽക്കുന്നുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് പ്രൂവ്ഡ് ആണ്. ദാറ്റ് ഈസ് പ്രൂവ്ഡ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഡിസ്പ്രൂവ്ഡ്. എന്താണ് ഡിസ്പ്രൂവ്ഡ്? ഈ ഫാക്ട് ഈസ് സെറ്റ് ടു ബി ഡിസ്പ്രൂവ്ഡ്. ഒരു ഫാക്ടിനെ ഡിസ്പ്രൂവ്ഡ് ആയിട്ട് നമുക്ക് കാണാം. എപ്പോൾ? ആഫ്റ്റർ കൺസിഡറിംഗ് ദ മാറ്റർ ബിഫോർ ഇറ്റ്. അതായത് കോടതിയുടെ മുന്നിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ പരിഗണിച്ചതിന് ശേഷം ദ കോർട്ട് ഐദർ ബിലീവ്സ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ആദ്യം നമ്മൾ പറഞ്ഞ പ്രൂവ്ഡിന്റെ അകത്ത് പറഞ്ഞത് ഇറ്റ് എക്സിസ്റ്റ്, നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് ഡിസ്പ്രൂവ്ഡിന്റെ അകത്ത് പറയുന്നു കോടതി കൺസിഡേഴ്സ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അത് നിലനിൽക്കുന്നില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണ്. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളത് കണക്ട് ചെയ്യുന്നത് ഡിസ്പ്രൂവ്ഡിലാണ്. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓർ കൺസിഡേഴ്സ് ഇറ്റ്സ് നോൺ എക്സിസ്റ്റൻസ്, അത് നിലനിൽക്കില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണ്. ദെൻ ഇറ്റ് ഈസ് ഡിസ്പ്രൂവ്ഡ്. നൗ കം ടു നോട്ട് പ്രൂവ്ഡ്. എന്താണ് നോട്ട് പ്രൂവ്ഡ്? നമ്മൾ ആദ്യം പറഞ്ഞു
പ്രൂവ്ഡ് പറഞ്ഞു, ഡിസ്പ്രൂവ്ഡ് പറഞ്ഞു, നോട്ട് പ്രൂവ്ഡ് പറഞ്ഞു. അപ്പൊ പ്രൂവ്ഡിൽ പറഞ്ഞു ഇറ്റ്സ് എക്സിസ്റ്റൻസ് പറഞ്ഞു, രണ്ടാമത് ഡിസ്പ്രൂവ്ഡിൽ പറഞ്ഞു ഇറ്റ്സ് നോൺ എക്സിസ്റ്റൻസ് പറഞ്ഞു. നോക്കൂ, അടുത്ത് മൂന്നാമത് വന്ന് പറയുന്നു നോട്ട് പ്രൂവ്ഡ് എന്താണ്. എ ഫാക്ട് ഈസ് സെഡ് ടു ബി നോട്ട് പ്രൂവ്ഡ് വെൻ ഇറ്റ് ഈസ് നൈദർ പ്രൂവ്ഡ് നോർ ഡിസ്പ്രൂവ്ഡ്. എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തിട്ടുമില്ല, ഡിസ്പ്രൂവ് ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കയ്യാലപ്പുറത്തൊരു തേങ്ങ വെച്ചിട്ടിരിക്കുകയാണ്. ഇത് അപ്പുറത്ത് വീണോ? പ്രൂവ് ചെയ്തിട്ടുണ്ടോ? പ്രൂവ് ചെയ്തിട്ടില്ല. എന്നാൽ ഡിസ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഡിസ്പ്രൂവ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് നോട്ട് പ്രൂവ്ഡ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ വരുന്നത് സെക്ഷൻ 4ലേക്കാണ് വരുന്നത്. അപ്പോൾ സെക്ഷൻ 4ലേക്ക് വരികയാണ്. സെക്ഷൻ 3 നമ്മൾ കംപ്ലീറ്റ് ആയി, ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് നമ്മൾ കംപ്ലീറ്റ് ആയി. നൗ കം ടു സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്. സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അകത്ത് 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വ്യക്തമാക്കാൻ പോകുന്നത്. മേ പ്രിസ്യൂം, ഷാൾ പ്രിസ്യൂം, കൺക്ലൂസീവ് പ്രൂഫ്. ഇത് 3 വേർഡിനെ കുറിച്ചാണ് നമ്മൾ കൃത്യമായി പറയാൻ പോകുന്നത്. മേ പ്രിസ്യൂം, ഷാൾ പ്രിസ്യൂം, കൺക്ലൂസീവ് പ്രൂഫ്. പരീക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഷോർട്ട് ക്വസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ തെളിവ് നിയമം 1872 പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മേ പ്രിസ്യൂം, ഷാൾ പ്രിസ്യൂം, കൺക്ലൂസീവ് പ്രൂഫ്. കം ടു സെക്ഷൻ 4. മേ പ്രിസ്യൂം. മേ പ്രിസ്യൂം മീൻസ് വെൻ ഇറ്റ് ഈസ് പ്രൂവ്ഡ് ബൈ ദി ആക്ട് that the court may presume. നോക്കൂ, ഇവിടെ കോടതി മേ പ്രിസ്യൂം എ ഫാക്ട് ഇറ്റ് മേ ഐദർ റിഗാർഡ് സച്ച് ഫാക്ട് ആസ് പ്രൂവ്ഡ്. ഒരു പ്രൂവ്ഡ് ആയിട്ട് അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഈസ് ഡിസ്പ്രൂവ്ഡ്. അത് ഡിസ്പ്രൂവ് ചെയ്യാതിരിക്കുന്നിടത്തോളം കോടതി തന്നെ എന്ത് ചെയ്യുന്നു? മേ പ്രിസ്യൂം ചെയ്ത് കരുതുകയാണ് എങ്കിൽ അതിനെ മേ പ്രിസ്യൂം എന്നുള്ളതിലേക്ക് എടുക്കാൻ സാധിക്കും. അൺടിൽ ഇറ്റ് ഈസ് ഡിസ്പ്രൂവ്ഡ്. നോക്കൂ, അൺടിൽ ഇറ്റ് ഈസ് ഡിസ്പ്രൂവ്ഡ്. അൺടിൽ ഇറ്റ് ഈസ് ഡിസ്പ്രൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൂവ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം കോടതി എന്ത് ചെയ്തിരിക്കുകയാണ്? അതിനെ ഇന്ന രീതിയിൽ മേ പ്രിസ്യൂം, ഇന്ന രീതിയിൽ കരുതാം എന്ന് പറയുകയാണ്. അടുത്തത് പറയുന്നു ഷാൾ പ്രിസ്യൂം എന്താണ്? വെനെവർ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ ദിസ് ആക്ട്. ഈ എന്ത് ചെയ്തു? ആക്ട് ഡയറക്റ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ഈ എവിഡൻസ് ആക്ടിന്റെ അകത്ത് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ദ കോർട്ട് ഷാൾ പ്രിസ്യൂം. കോടതിക്ക് തന്നെ അതിനെ ഷാൾ പ്രിസ്യൂം ചെയ്യാം. എ ഫാക്ട് ഇറ്റ് ഷാൾ റിഗാർഡ് എ ഫാക്ട് ആസ് പ്രൂവ്ഡ്. ഒരു ഫാക്ടിനെ പ്രൂവ്ഡ് ആയിട്ട് കോടതിക്ക് തന്നെ കരുതാം. അൺടിൽ ആൻഡ് ഇറ്റ് ഈസ് ഡിസ്പ്രൂവ്ഡ്. ഇതിനെ ഡിസ്പ്രൂവ് ചെയ്യുന്നത് വരെ. കാരണം നമ്മളിപ്പോൾ ഇതിന്റെ അകത്ത് പറയാറുണ്ട്, ഡൗറിയിടത്തിനെ കുറിച്ച് പറയാറുണ്ട്. 7 വർഷത്തിനുള്ളിൽ വരെ എന്താണ് സംഭവിക്കുന്ന ഒരു മരണത്തിനെ ഡൗറിയിടത്താണ് എന്ന് നമുക്ക്, ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മരണത്തിനെ ഡൗറിയിടത്തായിട്ട് നമുക്ക് കരുതാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? ഷാൾ പ്രിസ്യൂം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് കൺക്ലൂസീവ് പ്രൂഫ്. എന്താണ് കൺക്ലൂസീവ് പ്രൂഫ്? വെൻ വൺ ഫാക്ട് ഈസ് ഡിസ്ക്ലെയർഡ് ബൈ ദിസ് ആക്ട്. ഒരു ഫാക്ടിനെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ടു ബി കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് അനദർ. ഒരു ഫാക്ടിനെ മറ്റൊരു ഫാക്ടിന്റെ കൺക്ലൂസീവ് പ്രൂഫായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ കോടതി എന്ത് ചെയ്തിരിക്കുകയാണ്? അതിനെ കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുകയാണ്. ദാറ്റ് ഇറ്റ് ആസ് എ പ്രൂവ്ഡ് ആൻഡ് ഷാൾ നോട്ട് അലോ എവിഡൻസ്. ഒരു എവിഡൻസും അതിനെതിരായിട്ട് വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കൺക്ലൂസീവ് പ്രൂഫ് അവിടെ വന്നിട്ടുണ്ട്. അതായത് ഇതിനെ ഡിസ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധനവും വന്നിട്ടില്ല. ഡിസ്പ്രൂവ് ചെയ്യാനുള്ള വന്നു എങ്കിൽ അത് ഡിസ്പ്രൂവ് ആയി പോയേനെ. പക്ഷെ പ്രൂവ് ചെയ്യാനുള്ള വന്നിട്ടുണ്ടോ? പ്രൂവ് ചെയ്യാനുള്ള വന്നിട്ടുണ്ട്. കാരണം കണക്റ്റിംഗ് ഫാക്ടർ അവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു കൺക്ലൂസീവ് പ്രൂഫ് വന്നിട്ടുണ്ട്. കൺക്ലൂസീവ് കൃത്യമായ ഒരു തെളിവ് അവിടെ എത്തിയിട്ടുണ്ട്. ആ തെളിവ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? കൃത്യമായി ഇതിനെ ബോധ്യപ്പെടുകയാണ്. ഇതാണ് കൺക്ലൂസീവ് പ്രൂഫ്. അപ്പൊ 3 ടേം ഓർമ്മിക്കുക: മേ പ്രിസ്യൂം, ഷാൾ പ്രിസ്യൂം, കൺക്ലൂസീവ് പ്രൂഫ്. ഓക്കെ.